ഹലോ മക്കളെ, നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കും. ഒരുപാട് വർഷമായിട്ടുണ്ടാവും ഭക്ഷണം കഴിക്കാനിരുന്ന് അത് കഴിച്ച് പോവും. അപ്പോൾ എങ്ങനെയാണിത് ഉമ്മാരുണ്ടാക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാറ് പോലില്ല. ഈ ചോറ് രാവിലത്തേക്ക് ഉള്ള പുട്ട് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂർ നന്നായിട്ട് അധ്വാനിച്ചാൽ 3 മണിക്കൂർ കൊണ്ട് ഇത് കഴിയും. ഇത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് 3 മണിക്കൂർ കൊണ്ട് കഴിയുന്ന പ്രശ്നമല്ല. ഇത് പാത്രം വൃത്തിയാക്കി വെക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറുണ്ട്. ആൺപിള്ളേരോടും പറയാണ്, ഇത് ഒന്ന് തിരിഞ്ഞു നോക്കണം. അവർ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ നിലം വരെ ക്ലീൻ ആക്കിയിട്ട് ഈ പച്ചക്കറീൻ്റെ കട്ട് ചെയ്ത പീസൊക്കെ ഇതാക്കണമെങ്കിൽ അതിനും വേണം ഒരുപാട് ടൈം. നമുക്കൊന്നും അറിയണ്ട, നമ്മൾ കഴിച്ചു പോകുന്നുണ്ട്. 20 വർഷമോ 30 വർഷമോ ഒക്കെ നമ്മൾ കഴിക്കും. ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതൊക്കെ ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് പാചകം ചെയ്ത് നോക്കി എൻ്റെ കഷ്ടപ്പാട് അറിയണമെന്നുണ്ടെങ്കിൽ. ഇതിനവർ 5 മണിക്ക് എണീക്കണം. ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ ഈ വർക്ക് ഏകദേശം കഴിയും. ഇത്രയും കാലം നമ്മളെ നോക്കി ഇതാക്കുന്നതല്ലേ. ഞായറാഴ്ച എങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അവർക്കൊരു ഫ്രീ ആയിട്ട് ഒരു ദിവസം കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. എന്തെങ്കിലും അസുഖവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണാം. അതുകൊണ്ട് നിങ്ങളൊന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.